അങ്ങനെ അവസാനം സന്തോഷം നൽകുന്ന ആ കാര്യം സംഭവിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താ രാമേന്ദ്ര പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശ. ജനങ്ങളെ പറ്റിച്ച് പണം ഉണ്ടാക്കിയിരുന്ന പല പ്രമുഖന്മാരുടെയും അക്കൗണ്ടുകൾ പൂട്ടിപ്പോയിരിക്കുകയാണ്. ചെസ് നമ്പർ 1 മല്ലു സുജി. പ്രകാശേ ആരാ വന്നിരിക്കണേ നോക്കിയേ. അയ്യോ ഗൈസ്, എന്റെ ഇൻസ്റ്റാഗ്രാം പോയി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഈ മീശി വെച്ച് കരയിലട കഴുതേ, വെള്ളം വീണ് ഇനി അത് വളരും. പുള്ളി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ അടിക്കാൻ ചെല്ലും. എന്നിട്ട് പെട്രോൾ അടിച്ചു കഴിഞ്ഞാണ് മനസ്സിലാക്കുന്നത് പൈസ ഇല്ലെന്ന്. അപ്പൊ തന്നെ ഫോൺ എടുക്കും, രാജ ഗെയിംസ്. പരിപാടി ഇതാണ്. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ ചെല്ലും. ഫുഡ് കഴിക്കാൻ ബില്ല് കൊണ്ടുവരുമ്പോഴാണ് മനസ്സിലാക്കുന്നത് പൈസ ഇരുന്നു. അപ്പൊ തന്നെ ഫോൺ എടുക്കും, മറ്റെടുത്ത് തങ്കപ്പൻ ഗെയിംസ്. തങ്കപ്പൻ ഗെയിം കളിക്കുക, അപ്പൊ തന്നെ ആയിരങ്ങൾ ഉണ്ടാക്കുക, പേ ചെയ്യുക. ഇതാണ് അണ്ണന്റെ പരിപാടി. ഇതും കൂടാഞ്ഞിട്ട് ചാരിറ്റി. ചാരിറ്റിയൊക്കെ നിങ്ങൾ കാണണം, കണ്ണു തള്ളുന്ന ചാരിറ്റികളാ. എന്റെ മക്കളെ, ഈ മനുഷ്യനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്റെ ബാങ്ക് ബാലൻസ് ആണ്. എന്റെ പേഴ്സിൽ ഒന്നുമില്ല, പക്ഷെ വരുമ്പോ ഞാനിത് നിറയ്ക്കും. ഇങ്ങനെ തട്ടിച്ചും വെട്ടിച്ചും എത്ര നാൾ ജീവിക്കും? എടാ, നമ്മളിപ്പോ രാജാക്കന്മാരെ പോലെയല്ലേ ജീവിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്റെ ബാങ്ക് ബാലൻസ് കണ്ടാ നിങ്ങൾ ഞെട്ടും. നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു കലാകാരനെ വളരാൻ വിടില്ലല്ലോ. കാണിക്കാൻ വേണ്ടി പോകുന്നത് 1 മാസത്തെ അല്ല, വെറും 2 ദിവസത്തെയാണ്. സാറെന്താ ഞെട്ടാത്തത്? അങ്ങനെ ഞാനിതാ ATM എത്തി. ഇനി ഞാൻ കാണിച്ചു തരാം. ഇതാണ് എന്റെ ബാങ്ക് ബാലൻസ്. എന്റെ പൊന്നോ, എന്തൊരു തള്ളാണോ, തള്ളി മുല്ലപ്പുഴ. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പേഴ്സ് നിറയ്ക്കാൻ വേണ്ടി ഞാനൊരു 10,000 രൂപ വിഡ്രോ ചെയ്യാൻ കേട്ടോ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവൻ എവിടെ നിന്നാണ് ഇത്രയും പൈസ എന്ന്. എന്നാ കേട്ടോ, വേറൊരു ഗെയിം കളിച്ചിട്ടാണ് ഞാൻ ഇത്രയും പൈസ ഉണ്ടാക്കിയത്. ആണുങ്ങളായാലേ അല്പ സ്വല്പം നാണോ മാനോ ഒക്കെ വേണം. ഇനി മറ്റൊരു കാൻഡിഡേറ്റിനെ പരിചയപ്പെടുത്താം. നിങ്ങളിലെ എത്ര പേര് അറിഞ്ഞു നമ്മുടെ ഫസ്മീന ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് തന്നെ അടിച്ചുപോയി. ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മൾ എന്റെ നിക്കാഹിന് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. നിക്കാഹിന് 4 ദിവസമുള്ളൂ. അപ്പൊ ഞാൻ ഇന്നും കൂടെ പോയി ഡ്രസ്സ് എടുത്തില്ലെങ്കിൽ ഞാൻ പള്ളി നിക്കറിട്ട് നിക്കാഹ് കഴിക്കേണ്ടി വരും. കേട്ടല്ലോ, ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ട് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ. എന്തായാലും ഫസ്മിന് ഒരു മഹാസംഭവം തന്നെ അല്ലേ. വള്ളി ട്രൗസർ ഇട്ട് നിക്കാഹ് കഴിക്കേണ്ട ഒരു ഗതികേട് നിന്നു. അപ്പൊ ഞാൻ കളിക്കുന്ന ഒരു ഗെയിം കാണിച്ചാൽ സംഭവം മനസ്സിലായോ? ഈ ഗെയിമൊക്കെ കളിച്ചിട്ടാണ് ഞാൻ ഈ പർച്ചേസിനുള്ള പൈസ ഉണ്ടാക്കി എന്നുള്ളതാണ് പുള്ളിക്കാർ ഉദ്ദേശിച്ചത്. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, കുഞ്ഞെ നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? അങ്ങനെ നാട്ടുകാരെ മൂഞ്ചിപ്പിച്ച് പ്രൊമോഷൻ നടത്തിയല്ലോ ഫസ്മിനെ നിക്കാഹ് നടത്തേണ്ടത്. എന്തായാലും മല്ലു ഫാമിലി, വയനാടൻ ബ്ലോഗർ ഫസ്മിന എന്ന് പറയുന്ന 2-3 പേരുടെ നല്ല ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അടിച്ചു പോയി. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. ഏതായാലും നമ്മളല്പം മുൻകരുതലോടെ ഇരിക്കുന്നത് നല്ലതാ മുതലാളി.